ദേശീയ ട്രഷറർ ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരെ, എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ എസ് സുവർണകുമാർ ഉൾപ്പെടെയുള്ള മതരാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് സജ്ജമായി എത്തിച്ചേർന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രിയപ്പെട്ട സമര സഖാക്കളെ, ഇത്തരമൊരു സമരത്തിൻ്റെ താല്പര്യം എന്താണ് എന്നും അതിൻ്റെ സാഹചര്യം ആര് സൃഷ്ടിച്ചതാണ് എന്നതെല്ലാം വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. നമ്മുടെ രാജ്യം ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തിൻ്റെ നിയമം മാത്രമല്ല, രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ സാമൂഹ്യനീതി വളരെ ഗൗരവത്തോടെ സ്ഥാനം പിടിച്ചതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. നാം എപ്പോഴും പറയുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ് വർണ്ണാശ്രമ സംവിധാനത്തിന് വിധേയമായ രാജ്യത്തിൻ്റെ ചരിത്രം. ആദിമ ചരിത്രം ദ്രാവിഡ സമൂഹത്തിൻ്റെ പ്രഥമ സമൂഹത്തിൻ്റെ ചരിത്രമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന വിദേശികളായ ചാതുർവർണ്ണ ശക്തികൾ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തെ മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇങ്ങോട്ട് കടന്നു വന്നവർ സൃഷ്ടിച്ച ചാതുർവർണ്ണത്തിന് വിധേയമായവരെ മാത്രം വിവിധ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് മനുഷ്യരായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ദേശദ്രോഹപരമായ ഇടപെടൽ നമ്മുടെ രാജ്യത്ത് നടന്നതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഇന്നിങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നതും ഭരണഘടനയ്ക്ക് സാമൂഹ്യ നീതിയെക്കുറിച്ച് പരാമർശിക്കേണ്ടി വന്നതും. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും മനുഷ്യനെ അടിമകളാക്കുന്നതിന് ആത്മീയമായ മാനം നൽകുക ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിന്റെ വർണ്ണാശ്രമ ചരിത്രം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരമൊരു സംവിധാനത്തിന്റെ തുടർച്ചയിൽ നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറി. ഇവിടെ ഞാൻ 2 മണിക്കൂർ സ്റ്റേജിൽ വെയിലിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വിചാരിച്ചു പുറത്തിറങ്ങി അല്പം ഇരുന്നാലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് 4.5 നൂറ്റാണ്ട് കാലം ഇന്ത്യയെ മാനുഷികതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു രാഷ്ട്രമായി മാറ്റുന്നതിന് വേണ്ടി നിരന്തരമായി സമര പോരാട്ടം നടത്തി ജീവിതവും ജീവനും സമർപ്പിച്ച ആ സ്വാതന്ത്ര്യ സമര പോരാളികളെ സംബന്ധിച്ചാണ്. അവർ നേടിത്തന്ന ഒരു രാഷ്ട്രമാണ് ജനാധിപത്യ ഇന്ത്യയെങ്കിൽ, ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അഭിമാനത്തോടെ പറയുന്ന ഭരണഘടനയ്ക്ക് വിധേയമായ രാജ്യമെങ്കിൽ, അങ്ങനെ സമരങ്ങളിലൂടെ രൂപം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടനയിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയേണ്ടി വന്ന പശ്ചാത്തലം ഇന്നും മാറിയിട്ടില്ല എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. പുരോഗമന ഇന്ത്യ എന്ന് പറയുമ്പോൾ, സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ, ഇവിടത്തെ ആര്യ വംശീയവാദികൾ സൃഷ്ടിച്ച ചില അടയാളങ്ങളെ ആദരിക്കുകയോ അവരാൽ സ്വാധീനിക്കപ്പെട്ട ചില ചരിത്രങ്ങളെ സ്മരിക്കുകയോ അവരാൽ രൂപപ്പെട്ട ചില സംസ്കാരത്തെ പരിഗണിക്കുകയോ ചെയ്യുന്ന ഒരു പൊതുധാരയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതാണ് ഇന്ന് രാജ്യത്ത് തുടർന്നു പോരുന്നത്. ആ തുടർച്ചയുടെ ഭാഗമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു, വെൽഫെയർ പാർട്ടിക്കും അതുപോലെ SDPIക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇവിടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത്. ഭരണഘടന മാറ്റിവെച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കേരളത്തിന്റെ പുരോഗമന പ്രത്യയശാസ്ത്രമായ മാർക്സിസമാണ്, ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പാർട്ടി സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കേൾക്കുന്ന ഒരു പക്ഷമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നയം രൂപീകരിക്കുകയും അതിനനുസൃതമായി ഭരണം ക്രമീകരിക്കുകയും ചെയ്യുന്ന
മാനുഷികതയോട് പ്രതിബദ്ധതയുള്ള മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുന്ന, ജനാധിപത്യ താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു മാന്യമായ ഉദാത്തമായ ഒരു താല്പര്യമാണ്, ഒരു നിലപാടാണ് ഇടതുപക്ഷമെങ്കിൽ ആ ഇടതുപക്ഷത്തിന്റെ വക്കാലത്തേറ്റെടുക്കാൻ, അതിന്റെ വക്താക്കളാകാൻ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ യാതൊരു അർഹതയുമില്ല എന്നെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങൾ ഒന്നാണ്, നമ്മളിവിടെ സമരം ചെയ്യുകയാണ്. സംസ്ഥാന ക്യാബിനറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. ക്യാബിനറ്റിന്റെ 50% ആരാണ്? മുമ്പ് നമുക്ക് ബോധ്യമുണ്ട്, ഒരു 5ാം മന്ത്രി വിവാദം കേരളത്തിലുണ്ടായി. സമുദായത്തിന്റെ കണക്ക് വെച്ചുകൊണ്ട് ഇവിടെ പലരും സാമൂഹ്യമായ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. സാമുദായിക ധ്രുവീകരണത്തിന് മാർക്സിസ്റ്റ് പാർട്ടി പറയട്ടെ, സാമൂഹ്യ നീതിയോട് അകലം പാലിക്കുന്ന ചില വാഗ്വാദങ്ങൾ കൊണ്ട് മാത്രം ഈ രാജ്യത്തിന്റെ അധസ്ഥിത ഭൂരിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അധ്യക്ഷയിൽ കൂടുന്ന ഈ ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ ക്യാബിനറ്റിന് പെരുന്നയുടെ പെർമിഷൻ ഇല്ലാതെ അജണ്ടയിൽ ചേർക്കാൻ ചീഫ് സെക്രട്ടറിക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള വരേണ്യവർഗത്തിന്റെ സ്വാധീനമാണ് മന്ത്രിസഭയിൽ. ഏത് ക്യാബിനറ്റാ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ അതിനൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് നമുക്ക് ധാരണയുണ്ടാകണം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, പലരും ഇവിടെ പറഞ്ഞതുപോലെ, ഇത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു താൽക്കാലിക സമരം എന്ന നിലയിലല്ല നിങ്ങൾ കാണുന്നെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല കാണേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിവർത്തന പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച കേരളമാണിത്. അവർണ സമൂഹത്തിന്റെ അതിശക്തമായ സമരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണിവിടെ. സവർണ കോമരങ്ങളെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ അവകാശ സമര പോരാട്ടങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച മഹാത്മാ അയ്യങ്കാളിയുടെയും അതിനാദർശ പരിവേഷം കൊടുത്ത വക്കം മൗലവിയുടെയും നാടാണ് കേരളം, ഈ തിരുവനന്തപുരം. സമരങ്ങളിലൂടെ മാത്രമാണ് മഹാനായ ഭീംറാവ് ഡോക്ടർ അംബേദ്കറുടെ ഒരു വചനമുണ്ട്, വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. അദ്ദേഹം പറയുന്നത്, ഔദാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അവകാശത്തിന് വേണ്ടി നിരന്തരമായി സമരം ചെയ്യുക. നമുക്കാരുടെയും ഔദാര്യമല്ല വേണ്ടത്. വാർഡ് മെമ്പർ മുഖേന കോഴിക്കുഞ്ഞിനെ തന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ രാഷ്ട്രീയ നേതൃത്വം പങ്കെടുത്തു എന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നീതിയോടൊപ്പം സഞ്ചരിക്കാൻ ഈ ഭരിക്കുന്നവർക്ക് സാധ്യമായിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ വിചാരണ ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ രാജ്യത്തിന്റെ 85% ജനാധിപത്യപരമായ അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട്, വോട്ട് ചെയ്യുന്ന 85% ഭരണഘടന അവകാശങ്ങളെ തമസ്കരിച്ചുകൊണ്ട്, അവരുടെ സാമൂഹ്യ നീതി നിഷേധിച്ചുകൊണ്ട് നയരൂപീകരണ സമിതിയിൽ നിലപാടെടുക്കാൻ ഒരു പോളിറ്റ് ബ്യൂറോയുടെയോ ഒരു ഹൈക്കമാൻഡിന്റെയോ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെയോ അനുമതി വേണ്ടാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പൊതുവേദിയിൽ പറയൽ അശ്ലീലമാണ്. മുന്നോക്കത്തിലെ പിന്നോക്കക്കാർ എന്ന് പറയില്ല, ഒരു അശ്ലീലമാണത്. ആ ഭാഷ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ. പക്ഷേ ഭരണകൂടം അശ്ലീലം പറയാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് എന്ന് പറഞ്ഞ് സനാതന സംവരണം ഏർപ്പെടുത്തി, വരേണ്യവർഗത്തിന് സംവരണം ഏർപ്പെടുത്തി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട്. നിങ്ങൾ ആലോചിച്ചോ? ഞാൻ കൊല്ലത്തെ എന്റെ സുഹൃത്തു കൂടിയായ RSPയുടെ MP ചോദിച്ചു, പ്രേമചന്ദ്രനോട് ചോദിച്ചു. സുവർണകുമാർ സാർ ഇവിടെയുണ്ട്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ 35% അവർണ സമൂഹത്തിന്റെ വോട്ടാണ്. പക്ഷേ പാർലമെന്റിൽ സവർണ സംവരണത്തിന് ഒപ്പുചേർത്താൻ ഒരു മടിയുമുണ്ടായിട്ടില്ല. കൊടിക്കുന്നിൽ സുശേഷ് പോലും മടിയുണ്ടായിട്ടില്ല. കാരണം സാമ്പ്രദായികത പേറുന്നത് ചാതുർവർണ്ണത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തെയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നാം. അത് സമൂഹത്തോട് തുറന്നു പറയേണ്ടതുണ്ട്. ഞാൻ ദീർഘമാക്കുന്നില്ല. ഇവിടെ മറ്റൊന്ന്, 7 സ്ഥാപനങ്ങളിലെ നിയമനം PSCക്ക് വിടലാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. നമുക്ക് പലപ്പോഴും സാമുദായികത പറഞ്ഞുകൊണ്ട് പലരും വികാരം കൊള്ളാറുണ്ട്. നാം തിരിച്ചറിയേണ്ടത്, കേരളത്തിന്റെ പൊതുഫണ്ടിന്റെ 30% കൊടുക്കുന്നത് എയ്ഡഡ് മേഖലയ്ക്കാണ്. കൃത്യമാണ് കണക്ക്. 917 ലഭ്യമായ കണക്കനുസരിച്ച് 1,10,045 എയ്ഡഡ് സ്കൂളിലെ ഉദ്യോഗമുണ്ടെങ്കിൽ അതിൽ വെറും 567 പേര് മാത്രമാണ് SC/ST വിഭാഗത്തിൽ നിന്നുള്ളത്. എവിടെ നിൽക്കുന്നു? എത്ര വലിയ അന്തരമാണ്! ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്.
എന്ന് പറഞ്ഞാൽ വരേണ്യവർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന സാമൂഹ്യ വിഭാഗത്തിന്റെ ഉപരിതലം സർക്കാരുമായി ഐക്യപ്പെട്ടുകൊണ്ട് കൊടിയ വഞ്ചനയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമുദായികതയ്ക്കപ്പുറത്ത് സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയാണ് നാം ഐക്യപ്പെടേണ്ടത്. സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന പറയുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി ഇത്തരം സമരങ്ങൾ നിരന്തരമായി അരങ്ങേറേണ്ടതുണ്ട്. SDPയെ സംബന്ധിച്ച് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ പാർട്ടിയും SDPയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കേരളത്തിൽ NRCക്കെതിരെ വലിയ ഒരു സമരം നടത്തി. അതായിരുന്നു കേരളം കണ്ട ഏറ്റവും അക്രമരഹിതമായ ഒരു ഹർത്താൽ, മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത ഹർത്താൽ. അങ്ങനെ ഒരുമിക്കേണ്ടവർ ഐക്യപ്പെട്ടുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചരിത്രം നമുക്ക് ബോധ്യമുണ്ട്. വിശ്വനാഥ പ്രതാപ് സിംഗ് നടപ്പിലാക്കിയപ്പോൾ രാജീവ് ചില ആളുകളെ തെരുവിലിറക്കിക്കൊണ്ട് ആത്മഹത്യ നാടകം നടത്തിയ സവർണ താല്പര്യത്തെ നാം അന്ന് തിരിച്ചറിഞ്ഞവരാണ്. അന്ന് കേരളത്തിന്റെ പൊതുബോധം ഉണർന്ന് ഐക്യപ്പെട്ടുകൊണ്ട് അവർണ ജനവിഭാഗം, ഞാനത് പറയുമ്പോൾ ചാതുർവർണ്ണത്തിന് പുറത്തുള്ളവരുടെ ചരിത്രം രക്തബന്ധത്തിന്റെ ചരിത്രമാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥയാണ്, ക്രൈസ്തവർ ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥയാണ്, കമ്മ്യൂണിസം ഇങ്ങോട്ട് കടന്നു വന്ന വ്യവസ്ഥയാണ്. ഈ നാടിന്റെ അധസ്ഥിതൻ ഉൾപ്പെടെയുള്ളവരെ ഇസ്ലാം സ്വീകരിച്ച് വിമോചിതരായിട്ടുണ്ട്, ക്രൈസ്തവരെ പുൽകിയിട്ടുണ്ട്, ചിലർ തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസവും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശയം വിദേശം എന്ന് പറയുമ്പോഴും വിമോചനത്തിന് വേണ്ടി സ്വീകരിച്ച് സ്വത്വത നേടിയ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡിയൻ കൾച്ചറിന്റെ പിന്മുറക്കാരാണ് അവർ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ച നമ്മുടെ രാംസ്വാമി നായ്ക്കറെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞ രക്തബന്ധത്തിന്റെ ദ്രാവിഡ രാഷ്ട്രീയമുണ്ട്. അതുകൂടി രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ അവർണ ഭൂരിപക്ഷം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ഈ രാജ്യത്തിന്റെ 91% വരുന്ന ജനത രക്തബന്ധുക്കൾ കൂടിയാണ് എന്ന വൈകാരിക രാഷ്ട്രീയം കൂടി നെഞ്ചിലേറ്റി സ്വദേശികളാണ് എന്ന ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നീതി നേടാതെ വിശ്രമമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം നെഞ്ചിലേറ്റി രാഷ്ട്രീയ പ്രവർത്തനം നമുക്കൊന്നും പറ്റിയതല്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇല്ല, നമ്മുടെ രാഷ്ട്രീയം നാം പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ രാഷ്ട്രീയം നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും. അതാണ് കടന്നു വരുന്ന കരിനിയമങ്ങൾ ഉൾപ്പെടെയുള്ളത്, നീതി നിഷേധം ഉൾപ്പെടെയുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്തബന്ധുക്കളുടെ ഒരുമയുടെ അതോടൊപ്പം ചാതുർവർണ്ണത്തിന് പുറത്തുള്ള അവർണ ജനതയുടെ ഐക്യപ്പെടലിലൂടെ സ്വദേശി ഭൂരിപക്ഷത്തിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരസന്നാഹത്തിന്റെ ഐക്യപ്പെടലിലൂടെ രാജ്യം പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെടും, ഭരണഘടന നടപ്പിലാക്കപ്പെടും. ഒരു കരിനിയമങ്ങൾക്കും കയ്യാമങ്ങൾക്കും കൽത്തുറുങ്ങുകൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ പോരാട്ടങ്ങളിലൂടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിയമനിർമ്മാണ സഭകളെ നിയന്ത്രിക്കുന്ന സ്വദേശിയുടെ നല്ല നാളുകൾ രൂപപ്പെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം ജനാധിപത്യപരമായ സമരങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സഹോദര സംഘടന നടത്തുന്ന മുഴുവൻ സമരത്തോട് സമ്പൂർണ്ണമായും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഇത് വിജയിക്കും. നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം, ചേർത്ത് നിൽക്കാം, പരസ്പരം ചേർന്ന് നിൽക്കാം. അതിന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ സമര സഖാക്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സെക്രട്ടേറിയറ്റ് വളയലിന്